ഹലോ ഹായ്, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ഗരുഡൻ. സൂരി, ഉണ്ണിമുകുന്ദൻ, ശശികുമാർ എന്നിവർ മേജർ റോൾസിലെത്തിയ സിനിമയാണ് ഗരുഡൻ. സോ ആ സിനിമയെ പറ്റി സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിലുള്ള മേജർ ഫാക്ടർ വെട്ടർമാൻ തന്നെയാണ്. സോ ഒരു വെട്ടർമാൻ സ്റ്റോറി വേറൊരാൾക്ക് ഏൽപ്പിക്കുമ്പോൾ അത് സൂരി എന്ന ഒരു അഭിനേതാവിന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് എന്നെ തിയേറ്ററിലോട്ട് എത്തിച്ചത്. ഉറപ്പായിട്ടും അത് ഒരു നെക്സ്റ്റ് ലെവലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. സൂര്യക്ക് വിടുതല പോലൊരു കരിയർ ബ്രേക്ക് നൽകി വെട്രിമാരൻ ഉറപ്പായിട്ടും എന്തെങ്കിലും പുതുതായിട്ട് എന്തായാലും സൂര്യക്ക് നൽകുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതായിരുന്നു എന്നെ തിയേറ്ററിലോട്ട് നയിച്ച ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇതിൽ ഒരു കൊമേഡിയനായിട്ടും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടും ഒരു മാസീവ് അപ്പീലിലും നമുക്ക് സൂര്യ കാണാൻ സാധിക്കും. സിനിമയിൽ മേജർ റോൾസ് ചെയ്തിരിക്കുന്നത് സൂരി, ഉണ്ണിമുകുന്ദൻ, അതേപോലെ ശശികുമാർ. ഫീമെയിൽ ലീഡ്സിൽ വന്നിരിക്കുന്നത് ശിവദ, പിന്നെ കുറച്ച് തമിഴ് ആർട്ടിസ്റ്റ് മൈൻ ഗോപി, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ്. സോ എല്ലാവരും അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ അവരെ സൈഡൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് സൂര്യയുടെ പെർഫോമൻസാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാം. കാര്യം ഒരു കൊമേഡിയനായിട്ടും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ടും ഒരു മാസീവ് അപ്പീലിലും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിൽ കോമഡി പോർഷൻസ് ആണെങ്കിൽ സൂര്യ അത് കൃത്യമായിട്ട് വർക്കൗട്ടായി പോയിട്ടുണ്ട്. മാസ് സീൻസ് അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്ത് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരക്ടർ എന്താണോ അതേപോലെ കറക്റ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് അത് സൂര്യക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ സിനിമയിൽ. നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടിട്ട് വന്ന സ്ഥിരം ഫോർമാറ്റിലുള്ള അതേ സ്റ്റോറി തന്നെയാണ്. അത് ഒരു മാറ്റവും ഇല്ല. ഒരു റൂറൽ വയലൻസ് ആക്ഷൻ ഡ്രാമ അത് തന്നെയാണ് ഈ സിനിമയിലെ സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷെ ഒരു എക്സലൻ്റ് ഒരു വെൽ റിട്ടേൺ ഒരു സ്ക്രീൻ പ്ലേ, അതാണ് ഒരു സ്ട്രെങ്ത് എന്ന് പറയാൻ ഈ പടത്തിൻ്റെ മേജർ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു തിരക്കഥ വെൽ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് അതേപോലെ ഡയറക്റ്റ് ചെയ്തും വെച്ചിട്ടുണ്ട് RS ദുരി സെന്തിൽകുമാർ. കാര്യം പുള്ളിയുടെ ലാസ്റ്റ് പടങ്ങളായ എതിർനീച്ചൽ, അതേപോലെ തന്നെ കാക്കി സട്ടെ ഒരു പ്രോമിസിങ് ഡയറക്ടർ തന്നെയാണ്. വെട്രിമാരുടെ സ്റ്റോറി മാത്രമല്ല, ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും എല്ലാം എടുത്ത് പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്. യുവൻ ശങ്കർ രാജ ഒരിടത്തും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ BGM സ്കോഴ്സ്, മാസ് സീൻസ് എലിവേറ്റ് ചെയ്യുന്നതിന് മേജർ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ BGM സ്കോഴ്സ് തന്നെയാണ്. അത് ഇൻ്റർവൽ ബ്ലോക്ക് എത്തുമ്പം നമുക്കത് അറിയാൻ പറ്റുന്നു, ഉറപ്പായിട്ടും അത് അറിയാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു അന്യായ ഒരു സാധനം സൂര്യയുടെ പെർഫോമൻസ് ഇൻ്റർവൽ ബ്ലോക്ക് എത്തുമ്പം വരുന്നുണ്ട്. അത് ഒരു സ്ലോ മോഷനിൽ വരുമ്പോൾ, സ്ലോ മോഷൻ അനാവശ്യമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ആ ഇവൻ്റെ BGMഉം ആ ഒരു സ്ലോ മോഷൻ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് വെച്ചാൽ അത്ര അടിപൊളിയായിട്ട് ആ ഒരു ഇൻ്റർവൽ ബ്ലോക്ക് എടുത്തു വച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു പഴകി പല പ്രാവശ്യം പറഞ്ഞ കഥ തന്നെ വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയും ഒരു ഗ്രാമം, അവിടുത്തെ ഉത്സവം, അവിടുത്തെ കുറേ പൊളിറ്റിക്സ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ എടുത്തു വച്ചിട്ടുള്ള രീതി, കൈയടിപ്പിക്കുന്ന സന്ദർഭം എല്ലാം പടത്തിലുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വയലൻസ് സീൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് വെട്രിമാരൻ ഈ സിനിമ എടുത്തില്ല എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാര്യം ഇത് ടോട്ടലി ഒരു വെട്രിമാരൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആണ്. പുള്ളി ഈ പടം എടുത്തിരുന്നെങ്കിൽ അൾട്രാ വയലൻസ് രീതിയിൽ ഈ പടം എടുത്തതിന് അത്രയ്ക്ക് വയലൻസ് രീതിയിൽ പടം പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്ര വയലൻസ് ആണോ എന്ന് വെച്ചാൽ അത്ര വയലൻസ് നമ്മൾ കണ്ടുപഴകി വെച്ച് വയലൻസ് അല്ല, എന്നാലും അത്യാവശ്യം വയലൻസ് ഒക്കെ പടത്തിലുണ്ട്. പടം ത്രൂ ഔട്ട് എൻഗേജിങ് ആയിട്ട് നിർത്തുന്നുണ്ട്. അതാണ് പടത്തിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു ഭാഗത്ത് പോലും ലാഗോ നമ്മൾ ഇത് കണ്ടു പഴകിയതാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുകയോ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. അതുപോലെ സ്കോർസും നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഈ സീൻ അങ്ങനെയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. അതിൻ്റെ ത്രൂ ഔട്ട് നമുക്ക് ക്ലൈമാക്സും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ അടുത്ത സീനും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മളെ കൈയടിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. സോ എന്നെ തിയേറ്ററിൽ അത്ര അധികം എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോ ഈ പടം എനിക്ക് വർക്കായിട്ടുണ്ട്. സോ നിങ്ങളിത് തിയേറ്ററിൽ കാണണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, കാണാതിരിക്കാം. സോ എനിക്ക് ഈ പടം ടോട്ടലി ഒന്ന് വർക്കായ പടമാണ്. അടുത്ത ഈ വർഷം വന്നതിൽ തമിഴിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഒരു ഫിലിമാണ്. കാരണം ഈ വർഷം ഞാൻ ഒരു പടം പോലും ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം പോലും തിയേറ്ററിൽ കണ്ടിട്ടില്ല. തമിഴ് സിനിമ ഞാൻ ഇതുവരെ
ഞാൻ കണ്ടതിൽ എനിക്ക് വർത്ത് വാച്ച് എന്ന് തോന്നിയ ഒരു മൂവിയാണ്. അത്ര അടിപൊളി എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. തമിഴിൽ ഈ വർഷം ഇറങ്ങിയതിൽ ഒരു നല്ലൊരു എൻഗേജിങ് മൂവിയാണ്. എനിക്ക് തിയേറ്ററിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. 3 സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രമാണ്. നമുക്കറിയാമല്ലോ, നമുക്കിപ്പം കോളേജിൽ ഫ്രണ്ട്സിനെ കിട്ടും, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ഫ്രണ്ട്സിനെ കിട്ടും, എവിടെയായാലും ജോലി സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഫ്രണ്ട്സിനെ കിട്ടും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഡീപ്പായിട്ട് ഫ്രണ്ട്സിനെ കിട്ടുന്ന അവരുടെ കൂടെ വരുന്ന ഫ്രണ്ട്സായിരിക്കും. സുഹൃത്തുക്കളുടെ സുഹൃത്തായിരിക്കും നമുക്ക് ഏറ്റവും ഡീപ്പായിട്ടൊരു ബോണ്ട് കിട്ടുന്നത്. അതൊക്കെ ഈ പടത്തിൻ്റെ ഒരു പ്ലോട്ടായിട്ട് ട്വിസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കത് കാണുമ്പം പിടികിട്ടും. അതെനിക്കൊരു ഫീലായിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനത്തെ സൗഹൃദങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്കത് ഫീൽ ചെയ്തത്. വെട്രിമാറിൻ്റെ സ്റ്റോറി ആകുമ്പോൾ ഉറപ്പായിട്ടും ഒരു പൊളിറ്റിക്സ് ഉണ്ടാകും. അത് ആദ്യമേ തന്നെ പടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് വെൽ റിട്ടൺ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മണ്ണ്, പെണ്ണ്, പൊന്ന്, അത് എങ്ങനെയാണെന്ന് ത്രൂ ഔട്ട് ആ പടം നമുക്ക് എഴുതി വരച്ച് കാണിക്കുന്നു പറയുന്നത്. അതേപോലെയാണ് പടം പോയിരിക്കുന്നത്. പടത്തിലെ ഗ്രാഫ് ഒരിക്കലും താഴുന്നില്ല. എന്ന് വെച്ചാൽ മേക്കിംഗ് ലെവലും ആ റിട്ടേൺ ലെവലും പടം ത്രൂ ഔട്ട് നമ്മളെ അത്ര ഫോക്കസ്ഡ് ആയിട്ട് പടത്തിൽ ഇരുത്തുന്നുണ്ട്. ഏറ്റവും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയൊരു മൂവിയാണ് ഞാൻ ഈ പടം. ട്രെയിലറോ ടീസറോ ഒന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലാതെ പോയ മൂവിയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് മേ ബി ഈ പടം വർക്കായെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം സൂര്യയുടെ ഒരു പെർഫോമൻസ് വിടുതലേക്ക് ശേഷം 3 ഫേസിൽ എനിക്ക് കാണാൻ പറ്റി. സൂര്യ ഒരു കൊമേഡിയനായിട്ട് ഇതിൽ വർക്കായിട്ടുണ്ട്, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് വർക്കായിട്ടുണ്ട്, ഒരു മാസീവ് അപ്പീലിൽ സൂര്യ ഇതിൽ കാണാൻ പറ്റിയ സ്റ്റണ്ണിങ് പെർഫോമൻസ് ആയിരുന്നു. ആ മേജർ ആ ഇൻ്റർവൽ ബ്ലോക്ക്, പ്രീ ക്ലൈമാക്സ് സീൻസ് എല്ലാം സൂര്യ കില്ലിങ് പെർഫോമൻസ് ആയിരുന്നു. കാര്യം സൂര്യ ഇങ്ങനെ കണ്ടിട്ടില്ല. സൂര്യ ഇനിയും കുറേ ഇനി 7 കടൽ 7 മല എന്ന് പറഞ്ഞ പടമൊക്കെ ഇറങ്ങാനുണ്ട്, റാമിൻ്റെ മൂവി. സോ അതിനെല്ലാം വെയിറ്റിംഗ് ആണ്. സോ ഇനിയും കുറേ ക്യാരക്ടേഴ്സ് തേടി വരട്ടെ സൂര്യക്ക്. ഇതാണ് ഞാൻ കണ്ട ഗരുഡൻ എന്ന സിനിമ. സോ ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. സോ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുന്നോ വേണ്ടയോ എന്ന് നിങ്ങളുടെ മാത്രം ഓപ്ഷനാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.